ഇന്ന് പുലർച്ചെ മുതൽ ആരംഭിച്ച ആക്രമണം ബലൂചിസ്ഥാനിലടക്കം പാക് സൈന്യത്തിന് വലിയ ആൾനാശമാണ് വരുത്തിവെച്ചിരിക്കുന്നത്. 48 സൈനിക ഉദ്യോഗസ്ഥർ ബലൂചിസ്ഥാനിൽ ഇന്ന് പുലർച്ചെ നടന്ന അതിഭീകരമായ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായിട്ടാണ് പുറത്തുവരുന്ന വിവരം. 30ഓളം പാക് സൈനികർ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിലാണ്. ഇതിൻ്റെ പിന്നിൽ ബലൂച്ച് ലിബറേഷൻ ആർമിയാണ് എന്നാണ് പുറത്തുവരുന്ന വിവരം. അതിൻ്റെ ഉത്തരവാദിത്തം ഇവർ ഏറ്റെടുക്കുകയും ചെയ്തു. കഴിഞ്ഞ കുറേ നാളുകളായി ബലൂചിസ്ഥാനിലെ വിവിധ ഗ്രൂപ്പുകൾ സംയുക്തമായിട്ടാണ് പാക് സൈന്യത്തെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. തുർബക്തിന് സമീപം സൈനികരുടെ വാഹനം കടന്നു പോകുമ്പോൾ ഈ BLAയുടെ പ്രവർത്തകർ അതിനെ തടഞ്ഞു നിർത്തി തുരുതുരാ വെടിവെക്കുകയായിരുന്നു. ബലൂചിസ്ഥാനിലെ വിവിധ ദേശീയ ഗ്രൂപ്പുകൾ ഈ ആക്രമണത്തിന് പിന്നിൽ ഒന്നിച്ച് അണിനിരന്നിരുന്നു. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ രഹസ്യാന്വേഷണ വിഭാഗമായ സിറാബ് അവരാണ് ഈ വിവിധ ഭീകര ഗ്രൂപ്പുകളെ ഒന്നിപ്പിക്കുന്നത്. ഇതിനിടയിൽ തന്നെയാണ് പാകിസ്ഥാൻ പാലൂട്ടി വളർത്തിയ താലിബാൻ്റെ തന്നെ സന്തതി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തെഹ്രീക്ക് താലിബാൻ അഥവാ TTP അവരും സൈന്യത്തെ ലക്ഷ്യമിട്ട് വിവിധ ഇടങ്ങളിൽ ആക്രമണം നടത്തുന്നു. ഒരു ഭാഗത്ത് അഫ്ഗാനിസ്ഥാൻ്റെ ആക്രമണം ഈ പടിഞ്ഞാറൻ അതിർത്തി, അതായത് പാകിസ്ഥാൻ്റെ പടിഞ്ഞാറൻ അതിർത്തി ഏതാണ്ട് പാക് സൈന്യത്തിൻ്റെ പിടിയിൽ നിന്ന് പോയി എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത്. കാരണം ഏത് നിലപാടെടുക്കണം എന്ന് അറിയാതെ മുൻപോട്ട് പോവുകയാണ് പാകിസ്ഥാൻ. കാരണം തെഹ്രീക്ക് താലിബാനെയൊക്കെ പാകിസ്ഥാൻ വളർത്തിയെടുത്തത് ഈ ബലൂചിസ്ഥാനിൽ ഉള്ളവരെ ഒതുക്കുവാനും ഇന്ത്യക്കെതിരെ തിരിയുവാനുമായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ പാകിസ്ഥാൻ വളർത്തിയെടുത്ത ഭീകരന്മാരെല്ലാം അല്ലെങ്കിൽ ഭീകര സംഘടനകളെല്ലാം പാകിസ്ഥാനെതിരെ തിരിയുന്ന ഒരു കാഴ്ചയാണ്. ഒരു ഭാഗത്ത് അഫ്ഗാൻ സൈന്യമുണ്ട്, മറുഭാഗത്ത് തെഹ്രീക്ക് താലിബാനുണ്ട്. ബലൂചിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന വിവിധ ദേശീയ ഗ്രൂപ്പുകൾ ഒന്നിച്ചു എതിർക്കുമ്പോൾ എവിടെ പ്രതിരോധം തീർക്കണമെന്ന് അറിയാൻ കഴിയാതെ കുഴങ്ങുകയാണ് പാക് സൈന്യം. ജീവനും കൊണ്ട് നെട്ടോട്ടമോടേണ്ട അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു. നയതന്ത്രത്തിനും ഇവിടെ സ്ഥാനമില്ലാതാകുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.